സർ, ചടങ്ങിനിടെ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയതാണ് ഏറ്റവും വലിയ വിവാദം. ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഈ സർക്കാർ അധികാരത്തിലേറ്റതു മുതൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ പറയാതെ UDF സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ആളുകൾ മന്ത്രിയായും MLA മാരായും അല്ലെങ്കിൽ ഘടകകക്ഷികളായും ഒക്കെ UDF-നൊപ്പമുണ്ട്. ഫാത്തിമ തഹ്ലിയക്കെതിരെ സമസ്ത നേതാവ് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അനിസ്ലാമികപരമായ ചടങ്ങുകൾ, ആചാരങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഫാത്തിമ തഹ്ലിയയ്ക്കുള്ള ഉപദേശം. എങ്ങനെ വിലയിരുത്താം? ഇത് കേരള ജനതയ്ക്ക് കിട്ടിയ മുഖത്ത് ഉള്ള ഒരു വലിയ അടി തന്നെയാണ്. അല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷം, അതായത് 3.5 കോടി ജനങ്ങളില് 90 ലക്ഷമാണ് മുസ്ലിങ്ങള്, 60 ലക്ഷമാണ് ക്രിസ്ത്യാനികള്, ബാക്കി 2 കോടി ഹിന്ദുക്കൾ കിട്ടിയ ഒരു മുഖത്തടിച്ച വലിയൊരു ആ മുഖത്തെ പാടം അവിടെ കിടന്നോട്ടെ. കാരണം നമുക്ക് ഇതിന് മുന്നത്തെ UDF സർക്കാരിൽ തന്നെ അബ്ദുറബ് എന്ന വിദ്യാഭ്യാസ മന്ത്രി പല ചടങ്ങുകളിലും നിലവിളക്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞതായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് പഴയ കാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അന്ന് തന്നെ ഇത് വലിയൊരു ചർച്ചയായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇന്ന് അത് വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ വലിയ വിഷയമാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ എന്തിനാണ് ഈ നാടകം കളി? അന്ന് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല, പച്ച സാരി ഉടുക്കണം, ചില ഫംഗ്ഷനുകൾ ടീച്ചേഴ്സിന്, അങ്ങനെയുള്ള പലതരത്തിലുള്ള നിർബന്ധങ്ങള് അന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ആവർത്തനം വിരസതയായിട്ട് ഇതിന് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിലെ ജനം ഈ UDF-നെ വോട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്. ഇപ്പോ അവര് പറയുന്നത് ഇതൊരു ഹിന്ദു സംസ്കാരമാണെന്ന്. അതിനെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ഷോപ്പുകളോ അല്ലെങ്കിൽ മുസ്ലിം പരിപാടികളിലോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിലവിളക്ക് കത്തിച്ച് കൊണ്ട് തുടങ്ങും. അല്ലെങ്കിൽ അതിന്റെ തുടക്കം തന്നെ അതിലെ പ്രധാന ഗസ്റ്റുകളെല്ലാം ഒരു 12 തിരിയിട്ടിട്ട് അല്ലെങ്കിൽ 6 തിരിയിട്ട് 4 തിരിയിട്ടുള്ള വിളക്കുകൾ വെച്ച് അതിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികളെല്ലാം തന്നെ ഓരോ തിരികൾ കത്തിച്ച് അത് മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങുകൾ, മുസ്ലിം പരിപാടികൾ തന്നെ, മുസ്ലിങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമായാലും പല പരിപാടികളിലും അവര് തന്നെ ഇത് ചെയ്യാറുണ്ട്. അപ്പോ ഇതില് ഈ മതഭ്രാന്ത് കയറിയ, അതായത് ജിഹാദികളായിട്ടുള്ള മാനസിക അവസ്ഥ ഉള്ളവരാണ് ഇത്തരത്തിൽ ഇത് ചിന്തിക്കുന്നത്. ഈ നിലവിളക്ക് എന്നത് ഒരു ഹിന്ദു ആചാരമായിട്ടല്ല. ഇന്ന് ക്രിസ്ത്യൻസിന്റെ എല്ലാ പരിപാടികളിലും അവരുടെ പള്ളികളിൽ പോലും നിലവിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു മതേതരമായ സംഭവമാണ്, ഹിന്ദു ആചാരമാണ്. അത് ഒരു മതത്തിന്റെയോ ഒന്നുമല്ല, ഹിന്ദു സംസ്കാരമാണ്. ആ ഹിന്ദു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഈ നിലവിളക്ക് കത്തിക്കുക. അതൊരു ഐശ്വര്യമാണ്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും, എന്തിനു പറയുന്നു, മുസ്ലിം കൺട്രിയുടെ സൗദി അറേബ്യയിൽ പോലും പല പരിപാടികളിലും തുടക്കത്തില് നിലവിളക്ക് കത്തിച്ചു വെക്കാൻ തുടങ്ങി. UAE-യിലൊക്കെ എന്നോ തുടങ്ങി കഴിഞ്ഞു. അപ്പോ ഇവിടെ ഭ്രാന്ത് പിടിച്ച കുറച്ച് ആൾക്കാർ സമസ്ത എന്ന് പറഞ്ഞ് കയറി വന്ന്, അറിയാലോ, സൗദി അറേബ്യയിലൊക്കെ ബുർഖ ധരിക്കലും അല്ലെങ്കിൽ ഹിജാബ് ധരിക്കലൊക്കെ അവർ ഉപേക്ഷിച്ചു പോകുമ്പോ എന്താ പറയില്ലേ, ഒരു പഴയ ആ ഒരു ദുഷിച്ച ആചാരം കേരളത്തിലേക്ക് കയറിക്കൂടുകയാണ്. മറ്റുള്ള രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്ന ആ ദുഷിച്ച സംസ്കാരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പറിച്ചു നടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിലവിളക്ക് കത്തിച്ച് ആർക്കാ നഷ്ടം? ഇത് ഹിന്ദു ഇന്ന് നിലവിളക്ക്, ഇനിയിപ്പോ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലോ വീടുകളിലോ നിലവിളക്ക് പണ്ട് കാലങ്ങളിൽ കത്തിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ നാമം ചൊല്ലി നിലവിളക്ക് കത്തിച്ചു വെച്ച് നാമം ചൊല്ലുന്ന ഒരു ആചാരമൊക്കെ ഉണ്ട്. ഇപ്പോ ഒരു ഹിന്ദുവിന്റെ വീട്ടിലും അത് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോ അതൊരു വലിയ ആചാരമൊന്നുമല്ല. ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന്റെ മുന്നിൽ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക എന്നൊരു വിശ്വാസമേ അത് സത്യത്തിലുള്ളൂ. പക്ഷെ ഒരു
ആ ഭാഗമായിട്ട് അത്തരത്തിലുള്ളൊരു ചിന്താഗതിയിലുള്ള ഒരു വീട്ടിൽ വളർന്ന കാരണമാണ് ഈ മുസ്ലിം ലീഗിന്റെ MLA, അതും ഇവിടുത്തെ ഭരണഘടനയെ സത്യം ചെയ്ത് തൊട്ട് മതേതര പാർട്ടിയാണെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു MLA, അതും മതേതര കൂട്ടായ്മയായ UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടിയുടെ MLA ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിട്ട് അവരൊരു ഫംഗ്ഷനിൽ വന്ന് നിലവിളക്ക് കത്തിച്ചപ്പോൾ ഈ സമസ്തയ്ക്ക് എന്താണ് ഇത്ര ബേജാറ്? ഈ സമസ്തയ്ക്ക് എന്താ പ്രശ്നം? അത് സമസ്ത തുറന്നു പറയട്ടെ. അത് പറയുമ്പോ ഈ മുസ്ലിം ലീഗ് എന്താണ് മൗനവ്രതത്തിലാകുന്നത്? അതാണ് ഏറ്റവും വലിയ അതിലെ ഒരു തമാശ. ഈ മുസ്ലിം ലീഗ് ഈ മൗനവ്രതം എടുക്കുമ്പോ അവരൊരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ സമസ്ത മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ 4 ദിവസം മുന്നേ പാലക്കാട് പുതുനഗരത്ത് ഒരു ജിമ്മ് വന്നു. ആ ജിമ്മിന്റെ പ്രത്യേകത എന്താണ്? ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഇസ്ലാം ശരിയ നിയമപ്രകാരം അവിടെ ജിമ്മ് നടത്തും. അതായത് സ്ത്രീകൾ അവിടെ ബുർഖ ധരിച്ച് വന്ന് എക്സസൈസ് ചെയ്യും. അതായത് ജിമ്മിലെ മെഷീനുകളിൽ കിടന്ന് വർക്കൗട്ട് ചെയ്യും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മള് ഒരു 5 വർഷം 10 വർഷം മുന്നേ ഇവിടെയുള്ള കടകളിലൊക്കെ ഹലാല ബോർഡുകൾ വെച്ചിരുന്നു, പ്രത്യേകിച്ച് ഹോട്ടലുകളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇപ്പൊ അത് അവര് തന്നെ എടുത്തു മാറ്റി. കാരണം ഈ ബോർഡുകൾ മുതലാവില്ല, കച്ചവടം പോകുന്നവർക്ക് തന്നെ മനസ്സിലായി. അപ്പൊ അവർ ആ ബോർഡൊക്കെ എടുത്തു മാറ്റി. അതേ മാതിരി തന്നെ ആയിരിക്കും ജിമ്മിന്റെ അവസ്ഥ. പക്ഷേ ഇതൊരു മതേതര രാജ്യമാണ്. ഇതിന് അപ്രൂവലും അതിനുള്ള സാങ്ഷനൊക്കെ കൊടുക്കുന്ന ആ അതോറിറ്റിയാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഇടയിൽ ഇത്തരത്തിൽ വളരെ ലോലമായ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ വെറുതെ വിഭജനമുണ്ടാക്കുന്ന ഈ സമസ്ത പോലെയുള്ള നേതാക്കളുടെ, സമസ്തയുടെ തലപ്പത്തിരിക്കുന്നവർ സ്വയം ചിന്തിക്കുക. നിങ്ങൾ ഇവിടുന്ന് മുറിച്ചുപോയ ആ രാജ്യത്തല്ല ഇരിക്കുന്നത്, നിങ്ങൾ ഭാരതത്തിലാണ് ഇരിക്കുന്നത്. ആ ഭാരത സംസ്കാരം ഇവിടെ വന്ദേ ഭാരത് ചെല്ലുമ്പോഴും ഇതേ അസുഖമാണ് ഇവർക്കുള്ളത്. ഇന്നലെ പല അതായത് BJPയോ അല്ലെങ്കിൽ RSSന്റെയോ ഫംഗ്ഷനിലൊന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളൊക്കെ ഫംഗ്ഷൻ വന്ദേ ഭാരത്, അപ്പോഴും ഇവർക്ക് ഇതേ അസുഖം തന്നെയാണ്. അപ്പൊ നിലവിളക്ക് ഇതൊന്നും ഈ വന്ദേ ഭാരത് RSS ആണോ അല്ലെങ്കിൽ BJP ആണോ ഉണ്ടാക്കിയത്? പണ്ട് കാലത്ത് കോൺഗ്രസ് ആണ് ഈ വന്ദേ മാതരം ഇവിടെ ചെല്ലാൻ തുടങ്ങിയത്. അപ്പോ ഈ പിന്നീട് അത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ഭാരതത്തിനും ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് അത് തുടർന്നു ചൊല്ലിയത്. ഇപ്പൊ ഈ നിലവിളക്കും അതുപോലെ തന്നെ ഒരു തുടക്കത്തിന്റെ ഐശ്വര്യമായിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു എന്ന് മാത്രമേ അതിൽ സങ്കല്പമുള്ളൂ. അതൊരു ഹിന്ദുവിന്റെ പരിപാടിയായി നിങ്ങളത് മാറ്റുകയാണ്. ഹിന്ദുവിന്റെ വീടുകളിൽ നിന്ന് നിലവിളക്ക് കത്തിക്കാത്ത അവസ്ഥയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹിന്ദുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിലവിളക്ക് കത്തിക്കലോ ഒരു നാമം ചെല്ലലോ ഒരു നിസ്കാരം, നിങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്ന ഞങ്ങളുടെ ആ മന്ത്രജപങ്ങൾ ചെല്ലിലോ അമ്പലത്തിൽ പോകാൻ ഒരു നിർബന്ധവും ഹിന്ദുവിനില്ല. വേണമെങ്കിൽ പോയാൽ മതി, ആരും ചോദ്യം ചെയ്യാനില്ല. വേണമെങ്കിൽ പൊക്കോ, അവനാന്റെ വിശ്വാസമാണത്. പക്ഷെ നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളുടെ സമൂഹത്തിൽ. അത് നിങ്ങളുടെ സമൂഹം വരും ദിനങ്ങളിൽ തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ഈ അടിമത്വം, അതായത് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ സമൂഹത്തിന് നല്ലതല്ല, വളരെ ലോലമായ സബ്ജക്റ്റാണ്. അപ്പൊ ഈ നിലവിളക്ക് കത്തിച്ചാൽ ഫാത്തിമ തഹ്ലിയയ്ക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയിൽ തൊട്ടിട്ടാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. അവർക്കറിയാം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. യെസ്, എന്തായാലും ഫാത്തിമ തഹ്ലിയക്കെതിരായി വലിയ രൂക്ഷ വിമർശനമാണ് സമസ്തയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. സമസ്ത നേതാക്കൾ തന്നെയാണ് ഫാത്തിമ തഹ്ലിയയോട് അനിസ്ലാമികപരമായ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപും മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പെടുന്ന രാഷ്ട്രീയ നേതാക്കളായാലും മറ്റു നേതാക്കളായാലും ആരായാലും ഇത്തരത്തിൽ നിലവിളക്ക് കൊളുത്തുന്ന ഒരു രീതിയിൽ ഏർപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിൽ അവർ കൂടെ പങ്കാളികളായിരുന്നു.
അത്തരത്തിൽ അന്നൊന്നും ഇല്ലാതിരുന്ന വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ നിലവിളക്കിനോട് പോലും അസഹിഷ്ണുത മനോഭാവമാണോ മുസ്ലിം ലീഗും സമസ്തയും ഒക്കെ വച്ച് പുലർത്തുന്നത് എന്ന ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. ഇതൊക്കെയാണോ ഇനി UDF സർക്കാരിന്റെ കൂടി ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന ചോദ്യമാണ് അവസാനിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.